രാഷ്ട്രീയ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത പോരാട്ട വീര്യത്തിന്റെയും അധികാര തുടർച്ചയുടെയും കനൽ വഴികൾ താണ്ടിയ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധ്യക്ഷയും മുൻ പ്രധാനമന്ത്രിയുമായ ബിഗം ഖാലിദ സിയ വിടവാങ്ങിയിരിക്കുന്നു. 80-ാം വയസ്സിൽ ധാക്കയിലെ അപ്പോളോ ആശുപത്രിയിൽ വെച്ചായിരുന്നു അവരുടെ അന്ത്യം. ദീർഘകാലമായി ലിവർ സിറോസിസ്, സന്ധിവാതം, പ്രമേഹം, ഹൃദയ സംബന്ധമായ തകരാറുകൾ തുടങ്ങിയ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടിയിരുന്ന അവർ രാജ്യത്തെ രാഷ്ട്രീയ ചിത്രം അപ്രതീക്ഷിതമായി മാറിമറിഞ്ഞ ഒരു കാലസന്ധിക്കൊടുവിലാണ് ഈ ലോകത്തോട് യാത്ര പറയുന്നത്. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി എന്ന പദവിക്ക് അർഹമായ ഖാലിദ സിയ ജനാധിപത്യത്തിനായുള്ള പോരാട്ടങ്ങളിലും അഴിമതി ആരോപണങ്ങളെ തുടർന്നുള്ള തടവ് ശിക്ഷകളിലും പെട്ട് ഏറെക്കാലം പൊതുവേദിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണം അട്ടിമറിക്കപ്പെട്ടതിന് പിന്നാലെ 2024 ഓഗസ്റ്റിൽ ജയിൽ മോചിതയായ അവർ പിന്നീട് കോടതികൾ തന്നെ കുറ്റവിമുക്തയാക്കിയതോടെ അന്തസ്സോടെയാണ് തന്റെ അവസാന നാളുകൾ ചിലവിട്ടത്. ബംഗ്ലാദേശിന്റെ മുൻ പ്രസിഡന്റും സൈനിക തലവനുമായിരുന്ന സിയ റഹ്മാന്റെ ഭാര്യ എന്ന നിലയിലാണ് ഖാലിദ സിയ പൊതുമണ്ഡലങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. എന്നാൽ 1981 ഭർത്താവിന്റെ അപ്രതീക്ഷിതമായ വധത്തെ തുടർന്ന് രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിമറിഞ്ഞപ്പോഴാണ് ഒരു സാധാരണ വീട്ടമ്മയിൽ നിന്നും കരുത്തേറ്റ ഒരു വിപ്ലവകാരിയായി അവർ രൂപാന്തരപ്പെട്ടത്. പട്ടാള ഭരണത്തിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങളെ തെരുവിൽ നിന്ന് നയിച്ച അവർ രാജ്യത്തെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനായി ഷെയ്ഖ് ഹസീനയുമായി ചേർന്നവരെ പോരാടിയിട്ടുണ്ട്. 1991 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ BNPയെ വൻ വിജയത്തിലേക്ക് നയിച്ചതോടെയാണ് ഖാലിദ സിയ രാജ്യത്തിന്റെ അമരത്തെത്തുന്നത്. 5 വർഷം തികച്ച ആദ്യ ഭരണകാലത്തിനു ശേഷം 1996 വീണ്ടും അധികാരത്തിലെത്തിയെങ്കിലും കാലാവധി പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ തിരിച്ചടികളിൽ തളരാതെ പോരാടിയ അവർ 2001 മുതൽ 2006 വരെ നീണ്ട രണ്ടാമത്തെ സമ്പൂർണ്ണ ഭരണകാലയളവിൽ രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായക പങ്കുവഹിച്ചു. ഖാലിദ സിയയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾ ആരംഭിക്കുന്നത് 2008 അവരുടെ ഭരണം അവസാനിച്ചതിന് ശേഷമാണ്. രാഷ്ട്രീയ വൈരിയായ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് അധികാരത്തിൽ വന്നതോടെ ഖാലിദ സിയയ്ക്കും കുടുംബത്തിനുമെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. സിയ ചാരിറ്റബിൾ ട്രസ്റ്റ് അഴിമതി കേസിൽ പ്രതിയാക്കപ്പെട്ട അവർ 2018 ജയിലിലായി. ശിക്ഷാ കാലയളവിൽ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വീട്ടുതലങ്ങളിൽ കഴിയാൻ അനുവദിച്ചെങ്കിലും വിദേശത്തേക്ക് ചികിത്സ തേടാനുള്ള അവരുടെ അപേക്ഷകൾ അന്നത്തെ ഗവൺമെന്റ് പലപ്പോഴും നിരസിച്ചു. എന്നാൽ 2024 ബംഗ്ലാദേശിൽ നടന്ന വൻ ജനകീയ പ്രക്ഷോഭത്തിനൊടുവിൽ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതോടെ ഖാലിദ സിയയുടെ ശിക്ഷ മരവിപ്പിക്കുകയും അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു. 2025 ബംഗ്ലാദേശ് സുപ്രീം കോടതി അവരെ എല്ലാ അഴിമതി കേസുകളിൽ നിന്നും പൂർണ്ണമായി കുറ്റവിമുക്തയാക്കി വിധി പ്രസ്താവിച്ചു. മരണത്തിന് മാസങ്ങൾക്ക് മുമ്പ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് മേൽ പതിഞ്ഞ കറകളെല്ലാം കോടതികൾ തന്നെ മായ്ച്ചു കളഞ്ഞത് ഖാലിദ സിയയുടെ അനുകൂലികൾ വലിയ വിജയമായിട്ടാണ് കാണുന്നത്. തന്റെ രാഷ്ട്രീയ പാരമ്പര്യം കൈമാറാൻ മകൻ താരിഖ് റഹ്മാൻ 17 വർഷത്തെ വിദേശവാസത്തിനു ശേഷം തിരിച്ചെത്തിയത് കാണാനുള്ള ഭാഗ്യം കൂടി ഖാലിദ സിയയ്ക്ക് ലഭിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. BNPയുടെ ആക്ടിംഗ് ചെയർമാനായ താരിഖ് റഹ്മാൻ ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്ത് വേട്ടയാടപ്പെട്ടതിനെ തുടർന്ന് 2008 മുതൽ ലണ്ടനിൽ അഭയം പ്രാപിച്ചിരിക്കുകയായിരുന്നു. ഹസീനയ്ക്കെതിരായ വധശ്രമ കേസ് ഉൾപ്പെടെയുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ അദ്ദേഹത്തിന് മേൽ ചുമത്തപ്പെട്ടിരുന്നുവെങ്കിലും രാജ്യത്തിന്റെ പുതിയ അന്തരീക്ഷത്തിൽ ഉന്നത കോടതികൾ അദ്ദേഹത്തെയും കുറ്റവിമുക്തനാക്കി. ഫെബ്രുവരി 12 നടക്കാനിരിക്കുന്ന നിർണായകമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് താരിഖ് റഹ്മാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തന്റെ അഭാവത്തിൽ പാർട്ടിയെയും മകനെയും രാജ്യം എങ്ങനെ സ്വീകരിക്കുമെന്ന ആശങ്കയില്ലാതെ മകനെ തന്റെ പിൻഗാമിയായി ഉറപ്പിച്ച ശേഷമാണ് ഖാലിദ സിയ വിടവാങ്ങിയത്. ബംഗ്ലാദേശിലെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഖാലിദ സിയയുടെ മരണത്തിന് ശേഷമുള്ള മാറ്റങ്ങളെ ഉറ്റുനോക്കുകയാണ്. രാജ്യത്ത് ഇടക്കാല ഗവൺമെന്റ് ഭരണം നടത്തുമ്പോഴും രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ പൂർണ്ണമായി നീങ്ങിയിട്ടില്ല. അടുത്തിടെ നടന്ന ഉസ്മാൻ ഹാദിയുടെ കൊലപാതകം രാജ്യത്ത് വീണ്ടും പ്രതിഷേധങ്ങൾക്കും ആശങ്കകൾക്കും കാരണമായിരുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഖാലിദ സിയ എന്ന ധീരയായ വനിതയുടെ വിയോഗം BNPക്ക് വലിയ നഷ്ടമാണെങ്കിലും അവരുടെ പോരാട്ട വീര്യം തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വൻ വിജയത്തിന് ഇന്ധനമാകുമെന്നാണ് പ്രവർത്തകരുടെ വിശ്വാസം. ഏകാധിപത്യത്തിനെതിരെ പോരാടി വളർന്ന ഒരു നേതാവ് എന്ന നിലയിൽ ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ബിഗം ഖാലിദ സിയയുടെ പേര് എന്നും അടയാളപ്പെടുത്തും. രാഷ്ട്രീയത്തിലെ ഉയർച്ച താഴ്ചകളും തടവറയിലെ ഏകാന്തതയും ഒടുവിൽ നീതിപീഠത്തിന്റെ അംഗീകാരവും കണ്ട ആ ജീവിതം ഒരു രാജ്യത്തിന്റെ തന്നെ രാഷ്ട്രീയ പരിണാമത്തിന്റെ കണ്ണാടിയാണ്.